കോഴിക്കോട് താമരശ്ശേരി ചുരം 6-ാം വളവിൽ വീണ്ടും ലോറി കുടുങ്ങി. യന്ത്ര തകരാറിനെ തുടർന്ന് രാത്രി 1 മണിയോടെയാണ് ലോറി കുടുങ്ങിയത്. വൺ വേ ആയി കഷ്ടിച്ച് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. മുഹമ്മദ് ഷഹീദ് ചേരുന്നത് വിശദവിവരങ്ങളുമായി. ഷഹീദ്, ഗുഡ് മോർണിംഗ്. ഇത് നിരന്തരം ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ യന്ത്ര തകരാർ അല്ലെങ്കിൽ ഇന്ധനം തീർന്നത് കൊണ്ട് ഒക്കെ ഇങ്ങനെ സംഭവിക്കുന്നു. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണോ എന്ന് പോലും തോന്നിപ്പോവുകയാണ്. ഇങ്ങനെ നിരന്തരം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് മറ്റു യാത്രക്കാർക്ക് ഒരുപാട് സമയനഷ്ടവും ഇന്ധന നഷ്ടവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മുടെ പ്രേക്ഷകരും രാവിലെ പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായും മോത്തി, താമരശ്ശേരി ചുരത്തിൽ ഇങ്ങനെ വാഹനങ്ങൾ പാതി വഴിയിൽ കുടുങ്ങുന്നത് വലിയ ഒരു തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ചരക്ക് ലോറി, രാത്രി കാലങ്ങളിലാണ് ചരക്ക് ലോറി ഏറ്റവും കൂടുതൽ പോകുന്നത്. പതിവ് പോലെ ഇന്നലെ രാത്രിയും 1 മണിയോടുകൂടിയാണ് 6-ാം വളവിൽ ചരക്ക് ലോറി ബ്രേക്ക് ഡൗൺ ആയത്, അവിടെ കുടുങ്ങി. അതോടുകൂടി വാഹനങ്ങൾ പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയുണ്ടായി. പിന്നീട് ഹൈവേ പോലീസ് നാട്ടുകാരൊക്കെ ഇടപെട്ട് ഒരു വശത്തുകൂടി വാഹനം കടത്തിവിടുന്ന അവസ്ഥയുണ്ടായി. പക്ഷേ രാവിലെ വരെ അത് നീണ്ടു. രാവിലെയൊക്കെ പരീക്ഷയ്ക്കൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ വളരെ ബുദ്ധിമുട്ടിലായി. പിന്നെ ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരൊക്കെ ഇടപെട്ട് ബൈക്കിലൊക്കെയാണ് ഇവരെ താഴേക്ക് കൊണ്ടുപോയത്. ഏറ്റവും ആശ്വാസകരമായ കാര്യം, ഇപ്പോൾ ആ ലോറി അവിടെ നിന്നും മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാകുമെന്ന പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പും 6-ാം വളവിലും 7-ാം വളവിലും ഒക്കെ സമാനമായ രീതിയിൽ ലോറി കുടുങ്ങുന്ന അവസ്ഥയുണ്ടായിരുന്നു. അത് വലിയ ഗതാഗത തടസ്സത്തിനും ഇടയാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് കുടുങ്ങിയ ലോറി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ശരി, കുടുങ്ങിയ ലോറി അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. മുഹമ്മദ് ഷഹീദാണ് വിശദവിവരം നൽകിയത് നമുക്കായി.